Now we'll move to the next segment. ഇനി ഇതുവരെ നമ്മൾ ഇച്ചിരി സീരിയസ് പ്രോഗ്രാമുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇച്ചിരി ചിരിച്ചാലോ? അതിനായി അപ്പന്മാരും അമ്മമാരും ചേർത്ത് അവതരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും ഒരു കോമഡി സ്കിറ്റ്. ഇതും ഒരു കുടുംബകഥ. കലാസ്നേഹികളെ, സെന്റ് മദർ തെരേസ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഈസ്റ്റ് കിത്തുവനർ ട്രൂപ്പ് അവതരിപ്പിക്കുന്ന കോമഡി സ്കിറ്റ് ഇതും ഒരു കുടുംബ ജീവിതം. രചന സംവിധാനം ആന്റണി, സംഗീതം തിരുമല ബീച്ചു, ടെക്നിക്കൽ സപ്പോർട്ട് അമല സാജു ഇലഞ്ഞി, രംഗത്ത് മേരി കണ്ണൂർ, പോൾ സൈമൺ ഏറ്റുമാനൂർ, ജോയൽ ജോൺസൺ കണ്ണൂർ ആൻഡ് വൈക്കം ജോർജ്. ആരംഭിക്കുന്നു ഇതും ഒരു കുടുംബ ജീവിതം. തഹസിൽദാരായ ഞാൻ ഇവിടെ 10 പണിയെടുക്കുക. നീ ഇവിടെ എന്നാ നോക്കി നിൽക്കുവാ? ചേട്ടാ, ഈ വെള്ളരിക്ക ഇങ്ങനെ കണ്ണിനകത്ത് വെച്ചാലേ കണ്ണിന് നല്ല തണുപ്പ് കിട്ടുമെന്ന്. ഞാനോർത്ത് എനിക്ക് ഈ വീടിനും കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി നീ കോലം കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരിക്കും. എനിക്കിന്ന് രണ്ടാലൊന്നും അറിയണം. ഈ വീട്ടില് ഞാൻ ഭാര്യയാണോ ഭർത്താവാണോ എന്ന് എനിക്കറിയണം. അയ്യോ, നിങ്ങൾ ഭർത്താവാണ്. ആണോ? എന്റെ ഭാര്യക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഭർത്താവെന്നുള്ള ബോധമുണ്ടോ? ചേട്ടാ, നിങ്ങൾ വെറും ഭർത്താവല്ല. ഈ ചില സീരിയലിലൊക്കെ കാണുന്ന പോലെ നല്ല ഗ്ലാമർ ഉള്ള എന്നെ പോലെ വണ്ണം പൊക്കം അല്ല, നട്ടലില്ലാത്ത മണകുണാഞ്ചൻ ഭർത്താവ്. ഞാനോ മണകുണാഞ്ചൻ ഭർത്താവോ? നീ ഇതെന്നോട് പറഞ്ഞോടി. എടി, നിന്നെ കുറിച്ച് ഞാൻ ഈ പഞ്ചായത്തിൽ എന്തൊക്കെ പറഞ്ഞു നടത്തുന്നത് എനിക്കറിയാം. നിങ്ങൾ എന്നെ കുറിച്ച് പഞ്ചായത്ത് പറഞ്ഞു നടക്കുമെന്ന് എനിക്കറിയാം. അതല്ലാന്ന് ഞാൻ ഈ പഞ്ചായത്തിൽ നിന്നെ കുറിച്ച് പറഞ്ഞേക്കണുണ്ടല്ലോ. എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യ. പിന്നെ അല്ലാതെ ചെക്കന്റെ രവിയുടെ ഭാര്യയാണോ നിങ്ങളുടെ ഭാര്യ? എടി, അതല്ലാന്ന്. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭൂമിദേവിയാണ്. അത് പൂമുഖ വാതുക്കൽ സ്നേഹം വിളർത്തുന്ന പൂന്തങ്ങൾ അതൊന്ന് ഭാര്യ. അങ്ങനെ 4 വിശേഷണങ്ങളാണ് ഞാൻ പറഞ്ഞേക്കണേ. അല്ല, ഇതിലിപ്പോ നിങ്ങൾ കള്ളമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ? ഇത് ഞാൻ അവിടെ പറഞ്ഞേക്കണേ. ഇതുപോലെ നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ദൈവമേ, ഏത് സമയത്താണോ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ തോന്നിയത്? എന്റെ കഷ്ടകാല സമയത്ത് കല്യാണത്തിന് മുമ്പ് എനിക്ക് എത്ര ആലോചനകൾ വന്നതാണെന്നറിയോ? ഒരു വക്കീല് വന്നു, ഡോക്ടർ വന്നു, എഞ്ചിനീയർ വന്നു. എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആലോചന വന്നത്. എന്താ ആലോചന? നിന്നെ കൊന്നുകളയണോ അതോ കായലി താത്തണോ എന്നുള്ള ആലോചന. നിങ്ങളത് ചെയ്യും, കാരണം നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ല. നിങ്ങൾ ആ ക്ലാരയായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു കണക്ഷൻ ഇല്ലേ? എനിക്ക് BSNL മാത്രമായിട്ടുള്ള കണക്ഷൻ, ക്ലാരയായിട്ട് ഒരു കണക്ഷനും ഇല്ല. നിങ്ങൾ കള്ളത്തരം പറയുന്നത് കേട്ടോ. ക്ലാരയുടെ 2 ഇളയ പിള്ളേർ, 2 നിങ്ങളുടെ കൂട്ട് കോന്തപ്പല്ലുള്ള പിള്ളേരല്ലേ അവർ രണ്ടും? ഇതാ മീൻ വിൽക്കാൻ നടക്കുന്ന സുശീല എന്നോട് പറഞ്ഞത്. മീൻ വിൽക്കാൻ നടക്കുന്ന സുശീലയുടെ മക്കളെ നീ കണ്ടിട്ടുണ്ടോ? എന്താ അത് നിങ്ങളുടെ കൂട്ട് ഇരിക്കുവാന്നോ? പിന്നെ അല്ലാതെ ക്ലാരയായിട്ട് സുശീലയായിട്ട് നിങ്ങൾക്ക് കണക്ഷനില്ല, സത്യമായിട്ടും കണക്ഷനില്ല. പിന്നെ ചുമ്മാ പറഞ്ഞുണ്ടാക്കണേ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ അകത്തോട്ട് നടക്ക്. ഇല്ല, അകത്തൊക്കെ നടക്കില്ല. നിങ്ങൾ അകത്തോട്ട് പോ. ഞാൻ പോകില്ല. നിങ്ങൾ അകത്തോട്ട് പോകാനാ പറഞ്ഞത്. ഇല്ല, ഞാൻ പോകില്ല. നിങ്ങൾ ഇതെവിടെ പോന്ന്? വടി വെട്ടാൻ. നിങ്ങൾക്കുള്ള വടി ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വെട്ടിയ വലിയ വടി വെട്ടി, ഞാൻ വെട്ടിയ ചെറിയ വടി വെട്ടുള്ളൂ. അടി കൊള്ളുന്നത് ഞാനല്ലേ? ശരിയാക്കും. ഹലോ, ആടാ? അതെ, 28-ാം തീയതി എന്റെ മകന്റെ കല്യാണമാണ്. എടാ, ഉണ്ണിയാടാ. എന്റെ ദൈവമേ, എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞ് ഉണ്ണിയായിരുന്നല്ല. 28-ാം തീയതി എന്റെ മോന്റെ കല്യാണമാണ്. ഞാൻ ഉണ്ണിയാണ്, നിന്റെ കൂടെ പഠിച്ച ഉണ്ണി. അപ്പൊ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറ്റും. ഞാനിപ്പോ നമ്മുടെ തഹസിൽദാർ സുശീലിന്റെ വീട്ടിൽ കല്യാണം പറയാൻ വേണ്ടി വന്നേക്കാണ്. വീട്ടുകാരും ഇല്ലാത്ത സമയം നോക്കി കക്കാൻ വേണ്ടി കേറിയതാണല്ലേടാ? വീട്ടുകാരും ഇല്ലാത്ത സമയം നോക്കി കക്കാൻ കയറാൻ വന്നതല്ലേ? അല്ല, നീ ഇല്ലാത്ത സമയത്ത് വീട്ടുകാരെ കക്കാൻ വേണ്ടി പോയതാണ്.
ഇയാൾ എന്തൊക്കെയാണ് പറയാം? എടാ നീ കള്ളനല്ലേടാ, നീ കള്ളനല്ലേടാ, 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 നീ കള്ളനല്ലേ? എന്റെ ചേട്ടൻ ഞാൻ കള്ളനൊന്നുമല്ല. എടാ, എന്റെ മുഖത്ത് നോക്കി സംസാരിക്കടാ, നീ വേറൊരുത്തന്റെ മുഖത്ത് നോക്കി സംസാരിക്കാതെ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കണം. വേറൊരുത്തന്റെ മുഖത്ത് നോക്കി സംസാരിക്കാന്ന് പറയാൻ ഞാനിവിടെ ഒറ്റക്കൊള്ളു. നിങ്ങൾ 3 പേരില്ലടാ, 3 പേരോട് സംസാരിക്കാതെ എന്റെ നേരെ നോക്കി സംസാരിക്കണം. എന്താണ് പണ്ടാറത്ത്? എടാ, കള്ള നീ കള്ളനാണെന്ന് എനിക്കറിയാം. അതിനുള്ളത് നീ എന്റെ കണ്ണിലേക്ക് നോക്കിക്കേ. എന്താണ്? ചോരപ്പാട് കണ്ടോ, ചോരച്ചിരിക്കണ കണ്ടോ? എനിക്ക് ജ്ഞാനദൃഷ്ടിയുണ്ട്, ജ്ഞാനദൃഷ്ടി. ഉദാഹരണത്തിന് പട്ടി ദുരന്തം വന്നു കഴിഞ്ഞാൽ ഓരിയിടും, ഒരക്കും. അത് പട്ടിക്ക് ജ്ഞാനദൃഷ്ടി ഉള്ളത് കൊണ്ടാണ്. 6ാം ഇന്ദ്രിയം. ആ പട്ടിക്കുള്ള ഇന്ദ്രിയമാണ് എനിക്കുള്ളത്. മനസ്സിലായോ? ചേട്ടന് പട്ടിയുടെ ഇന്ദ്രിയോ ഉള്ളേ? എടാ അതല്ലടാ ഞാൻ ഉദ്ദേശിച്ച ഇന്ദ്രിയം, അതല്ല. എന്തുദ്ദേശിച്ചിട്ടെന്താണ് പോയില്ലേ? അതെ, തന്റെ മകനുണ്ടല്ലേ തഹസിൽദാർ സുശീലിന്റെ, അവനെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. കക്കാൻ വന്നവനാണെന്ന് പറഞ്ഞ് ഞാൻ ക്ഷണിക്കാന് 90 വയസ്സായിട്ടും കല്യാണം കഴിക്കാതെ ബ്രഹ്മചാരി നിൽക്കുന്ന നീ എന്നോട് തഹസിൽദാറിന്റെ അച്ഛന്ന് പറഞ്ഞ കൊല്ലിക്കാൻ. സൂര്യമാവ്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയണ. വീട് മാറി കല്യാണം വിളിക്കാൻ വേണ്ടി. എന്താ? അല്ല, ഒരു വീട്. ഏതാ ഉണ്ടി? എന്താ പ്രശ്നം ഇവിടെ? സുശീല, നീ എന്താ ഇവിടെ? ഇത് എന്റെ വീട്. നിന്റെ വീട്? ആ, എന്താ പൊന്നു. സുശീലൻ ഫോക്കസ് ചെയ്യാണോ? അല്ല, സുശീലൻ എന്റെ വീട്ടില്. പിന്നെ എന്റെ വീടല്ല, ഇവിടെ അല്ല. നീ ഇയാളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുമോ? സുശീല, ചുമ്മാ നീ വർത്താനം പറയരുത്. കാരണം എനിക്ക് കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവ് ഉണ്ടെങ്കിലും ഈ കണ്ണട വെച്ചോടുകൂടി 90% കാഴ്ച കിട്ടിയെന്നാണ് ഡോക്ടർ പറയുന്നത്. നോക്കു നീ. ഇതിന്റെ ക്ലാസ് എവിടെ? ക്ലാസ്സില്ല. അല്ല, ക്ലാസ് ഗ്ലാസ് എവിടെയാണ്? അല്ല, ഇത് തന്നപ്പോ ഇങ്ങനെ ആണല്ലേ? നിങ്ങളുടെ വീട് എന്റെ വീടിന്റെ അപ്പുറത്തല്ലേ, 3ാമത്തെ വീട്. അപ്പൊ സോറി കേട്ടോ. അപ്പൊ കല്യാണം വിളിച്ചു, എനിക്ക് തെറ്റിപ്പോയതാ. അപ്പൊ കല്യാണം വിളിച്ചത് എന്റെ വീടല്ല ഇത്. അതെ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. അപ്പൊ മനസ്സിലായില്ല? മനസ്സിലായി. കല്യാണം തലേന്ന് വരണം. എടാ, എന്താ സംഭവം? ഒന്നുമില്ല, പുള്ളി എനിക്കൊരു സാധനം തന്നു, ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുത്താ. എന്തെങ്കിലും നമുക്ക് കിട്ടിയത് തിരിച്ചു കൊടുത്തില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര നാളായി കണ്ടിട്ട്. വിശേഷങ്ങൾ പറ. 28-ാം തീയതി എന്റെ മകന്റെ കല്യാണം. നിക്കറിടാതെ മൂക്കൾ ഒലിപ്പിച്ചാണ് മുട്ടയിൽ അടഞ്ഞടങ്ങാന്ന് ഇറക്കേണ്ടിയോ? എടാ, അത് 25 വർഷം മുമ്പ്. ഇപ്പൊ അവൻ വളർന്ന് പന്തലിച്ച് വലിയൊരു വടവൃക്ഷമായി മാറിയേക്കല്ലേ. നീ ചുമ്മാ പിള്ളേര് വലുതായെന്ന് പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കരുത്. ഒരു ഉത്തരവാദിത്തം. അവനെ കോളേജിലൂട്ടി ഞാൻ പഠിപ്പിച്ച്. അവൻ അവിടെ ഉറച്ചു നിന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. അവനെ ഡൽഹിയിൽ ഒരു ജോലി റെഡി ആക്കി കൊടുത്ത്. ഉറച്ചു നിന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. മറ്റേ ആളിപ്പോ എവിടെയുണ്ട്? ഇപ്പൊ വരുമ്പോ അവൻ ടോയ്ലറ്റിലുണ്ട്. അവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിന്നാ മതിയായിരുന്നു. കല്യാണത്തിന് സെലിബ്രിറ്റിനെ കൂട്ടിരൊന്നും പറഞ്ഞ് പോയേക്കാണ്. അതെ, ആണോ നമുക്ക്? അതൊക്കെ പോട്ടെ. എന്താ നിന്റെ വിശേഷങ്ങൾ? എന്റെ വിശേഷങ്ങളൊന്നുമില്ല, സന്തോഷം, സുഖമായിട്ടിരിക്കണു. അപ്പൊ അതെ കളിയാ ഫാമിലി ആയിട്ട് അങ്ങോട്ട് എത്തിയ ഫാമിലി ആയിട്ട് നീ ആള് കൊള്ളാട്ടോ. നമ്മൾ ഇത്ര വർഷമായിട്ട് കാണാതിരുന്നിട്ടേ നീ ഇങ്ങോട്ട് വന്ന് ഇപ്പൊ അവളെ ഇങ്ങോട്ട് ഒന്ന് വിളിച്ചോണ്ടിരാൻ പാടായിരുന്നു. ആരെ? നിന്റെ ഭാര്യനെ. എന്റെ ഭാര്യയുടെ കേസ് മാത്രം പറയുന്നു. വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കും. പക്ഷെ എന്റെ ഭാര്യയുടെ കേസ് മാത്രം ഞാൻ. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, അനുസരിക്കില്ല. ഒരു വൃത്തികെട്ട ജന്മം. അതൊക്കെ എന്റെ ഭാര്യ. എന്റെ ഭാര്യ ഞാനൊന്ന് നോക്കിയാണ്ടല്ലോ ഒച്ച വെക്കും. മുട്ട് തമ്മിൽ കൂട്ടിയിരിക്കണത്. പൊന്നു മോനെ, ഞാൻ ഒരു വര വരച്ചിട്ട് അവിടെ കേറി നിൽക്കാൻ പറഞ്ഞ ആൾ വരയെ കേറി നിൽക്കും. അതെ. ഒരു ദിവസം എനിക്ക് ചായ ഇങ്ങനെ കൊണ്ടുവന്നു. ചേട്ടാ എന്ന് പറയാല്ല, ഒരു തുള്ളി എന്നെ മുണ്ടേല് വീണു. എനിക്ക് അങ്ങോട്ട് കരി കയറി. അപ്പൊ തന്നെ ഞാൻ ഒരു വര വരച്ചിട്ട് വരയില് വര കേട്ട് നിർത്തിയപ്പോ തന്നെ എന്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നവൻ പറഞ്ഞു, എടാ നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ബാറിൽ ഉണ്ടെന്ന് അവൻ പറഞ്ഞു. ഞാൻ നേരെ അവിടെ ചെന്നു. എന്റെ പൊന്നടാവേ, ഞാൻ ചെന്ന് 6 7 8 9 10 11 4 മണിയായപ്പോഴാണ് ഞാൻ ഓർക്കണത് ഭാര്യ വരയിൽ നിൽക്കുവാണല്ലോന്ന്. ഞാൻ അവിടെ നിന്ന് ഓടി വരുമ്പോ കാണുന്ന കാഴ്ച എന്നാന്ന് അറിയാമോ? എന്താണ്? ഇവള് പെരക്കകത്ത് നിന്ന് പുറത്തേക്ക് നോക്കി. അവളെ ആരാണ് വിളിച്ചു വരുത്തുന്നത്? 4 മണിയായില്ല, വരയിൽ നിന്ന് ഉറക്കം തൂങ്ങണത്. ഉറക്കം തൂങ്ങുവാണെന്ന്. ഞാൻ അത്രയ്ക്ക് കലിയാ. ഇതുപോലൊരു ഉത്തമയായ ഭാര്യനെ എനിക്ക് കിട്ടിയത് ഞാൻ ദൈവത്തോട് എന്നും നന്ദി പറയും. എന്റെ പെങ്ങളെ എനിക്കൊന്ന് പരിചയപ്പെടണം. നിന്റെ പെങ്ങള് കുട്ടമ്പുഴ കെട്ടിച്ചു വിട്ടേക്കുമല്ലേ? അതല്ല, നിന്റെ ഭാര്യ, അതായത് എന്റെ പെങ്ങള്. ഞാൻ പരിചയപ്പെടും. അവളെ വിളിക്കണ ചാൻസ് പരിചയപ്പെടുത്തോ? അവള് ഇവിടെ ഇല്ല. അവള് ഇവിടെ ഇല്ല. അയ്യോ, അവിടെ പോയി. അവള് വില്ലേജ് ഓഫീസിൽ പുല്ല് മുറിക്കാൻ പോയതാ. വില്ലേജ് ഓഫീസിൽ പുല്ല് മുറിക്കുക? വില്ലേജ് ഓഫീസിന്റെ അവർക്ക് അയൽക്കൂട്ടത്തിൽ പണിയുണ്ട്. വില്ലേജ് ഓഫീസിന്റെ ചുറ്റും പുല്ലാന്ന് പറഞ്ഞു. അത് മുറിക്കാൻ വേണ്ടി പോയേക്കാം. ഇന്നും ഇല്ല. അതെന്താ ഇന്ന് വരാത്ത? വൈകുന്നേരം ആവും. അപ്പൊ നീ പോയിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാവുള്ളൂ. നീ അങ്ങനെ വർത്താനം പറഞ്ഞു. നിനക്ക് ഇത്രയും കാർഡ് കൊടുക്കണ്ടേ? വേണ്ട. ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ സഹദേവൻ അപ്പുറമുള്ള വില്യാബസിനേക്ക് അപ്പുറം. അപ്പൊ ഞാൻ അവിടെ പോയി കല്യാണം കൊടുത്തിട്ട് നീ അവിടെ പോകും? ഇല്ല, ഞാൻ ഇങ്ങോട്ട് വരും. എനിക്ക് എന്റെ പെങ്ങളെ പരിചയപ്പെട്ടിട്ട് ഞാൻ പോവുള്ളൂ. എന്നെ കൊലക്ക് കൊടുത്തിട്ട് നീ പോകൂ. എങ്ങനെ? അല്ല, കൊല വെട്ടി പഴിപ്പിക്കാൻ പറ്റണ്ട. അതിനകത്തൊരു കാ തിന്നിട്ട് നീ പോകും. അതൊക്കെ അത്രേ ഉള്ളൂ അറിയാ. അപ്പൊ ഞാൻ പോയിട്ട് ഞാൻ കല്യാണം വിളിച്ചിട്ട് ഇങ്ങോട്ട് വരും.
എന്റെ ദൈവമേ, ആവശ്യമില്ലാത്തതൊക്കെ പൊക്കി പറഞ്ഞ് ആകെ ആഹാ നിങ്ങളോട് നിൽക്കുവാന്നു കിടക്കാൻ പോന്നോ? നീ നിക്കണമെന്ന് വെച്ചപ്പോ എന്നാ കിടന്ന് കാണിക്കാന്ന് കരുതി. എന്റെ മനസ്സിൽ നിങ്ങൾ ഇതുവരെ പാത്രം കഴിയോ? എടി പാത്രം കഴുകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ ഒരു കൂട്ടുകാരന്റെ കല്യാണം വിളിക്കാൻ കേടി വന്നു. അപ്പൊ അതുകൊണ്ട് പാത്രം കഴിയണ്ട. അല്ല, പാത്രം കഴുകാനായിട്ട് അവൻ പോയതിനു ശേഷം ഞാൻ ചെല്ലാൻ നേരത്തെ മോട്ടർ കേടായി പോയി. അയ്യോ മോട്ടർ കടയിൽ ഞാൻ ഇന്ന് എങ്ങനെ കുളിക്കും? തലയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ നീ കിണറ്റിലേക്ക് അങ്ങ് ചാട്. അയ്യോ അപ്പൊ ഞാൻ മൂച്ചാവത്തില്ലേ? ചത്തില്ലെങ്കിൽ ഞാൻ മണ്ണിട്ട് മൂടി നിന്നെ ഞാൻ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും എൻജോയ്മെന്റ് ഉണ്ടോ? നിങ്ങൾക്ക് എൻജോയ്മെന്റ് ഇല്ലേ? നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നത്? അടുത്ത മാസം നമ്മൾ അമേരിക്ക പോവല്ലേ? എന്നെ അമേരിക്ക കൊണ്ടുണ്ടോ? പിന്നല്ലാതെ ചെവിയെ വിളിച്ചോണ്ട് പോട്ടെ എന്നത്തേക്കല്ലേ? ഇല്ല, ഞാൻ വരുന്നു. നീ വീനെ കൊണ്ടോ? ഞാൻ അമേരിക്കല്ലേ? ഞാൻ വരുന്നത്. അത് എന്തിനാടി എന്നെ അമേരിക്ക കൊണ്ടാണ്? അതെ ഏട്ടാ, അമേരിക്കയിലെ ഒരു ആശുപത്രിയിൽ ആണുങ്ങളെ പ്രസവിപ്പിക്കുമെന്ന് പറയുന്ന കേട്ടെ, നമുക്ക് പോയി പ്രസവിക്കാം. ഞാനും പിന്നല്ലാതെ ഞാനോ? ഞാൻ പ്രസവിച്ച എന്റെ സൗന്ദര്യം പോത്തില്ലേ ഏട്ടാ? എന്റെ ദൈവമേ, ഇനി കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ചെറുപ്പക്കാരോട് ഒരു അപേക്ഷയുള്ളൂ. കെട്ടുതാലി വലിച്ചു പൊട്ടിച്ചാലും ഒരിക്കലും ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടരുത്. എന്തേട്ടാ അങ്ങനെ പറഞ്ഞേ? ഈ കെട്ടുതാലി വലിച്ചു പൊട്ടിച്ചാൽ 4 വർഷത്തെ കഠിന തടവുള്ളൂ. മറ്റത് ജീവപര്യന്തം. ജീവപര്യന്തം. നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ എനിക്ക് കൂടുതൽ അതായത് അവനെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് കല്യാണം വിളിക്കാൻ വന്നല്ലേ? വിളിച്ചിട്ട് പോയല്ലോ. അല്ല, അപ്പൊ വേറെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞു, നീ ഭയങ്കര നല്ല ഭാര്യയാണ്, എന്നെ നിനക്ക് ഭയങ്കര പേടിയാണ്. എന്നെ ഭയങ്കര പേടിയാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ അങ്ങനെ എന്റെ വായിന്ന് കാലനിറങ്ങാനായിട്ട് പറയുകയും ചെയ്തു. അവനെ നിന്നെ വന്നൊന്ന് കാണണോന്ന്. അയ്യോ ഞാൻ പറയട്ടെ, മുട്ടുകാലല്ലേ ഓടിക്കും ഞാൻ. അത് ഞാൻ കണ്ടിരിക്കട്ടെ. നിന്റെ അച്ഛൻ എനിക്ക് സ്ത്രീധനം തരാണ്ടല്ലോ, ആ സ്ത്രീധനം നമുക്ക് വേണ്ട. അയ്യോ അല്ലെങ്കിൽ പിന്നെ ആരാ അത് തരാൻ പോകുന്നത്? ഈ ഓഞ്ഞ മോന്തക്കകത്ത് ഇനി സ്ത്രീധനം കൂടെ തരാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിട്ടേ അമേരിക്കക്ക് മറ്റേ ഓപ്പറേഷന് വേണ്ടിയിട്ട് വരാൻ സമ്മതമാണ്. ഉറപ്പായിട്ട് സമ്മതം. എനിക്കത് കുഞ്ഞിനെ തരുമോ? ഉറപ്പാണോ? തരും. ചേട്ടൻ പ്രസവിക്കല്ലോ. എന്നാ ചേട്ടൻ പറയുന്ന പോലൊക്കെ ഞാൻ കേക്കോ? അങ്ങനെയാണെങ്കിൽ അവനിവിടെ വന്നു കഴിയുമ്പോഴേ ഞാൻ 4 പ്രാവശ്യം നിന്നെ ഒന്ന് എടിയെന്ന് വിളിച്ചോട്ടെ. അപ്പൊ ചേട്ടന്റെ വായിക്കാത്ത പല്ലൊന്നും വേണ്ടേ? അതെന്താ? അല്ലേ, ചേട്ടൻ ഓരോ പ്രാവശ്യം എടിയെന്ന് വിളിക്കുമ്പോ ഞാൻ 2 പല്ല് വീതം പൊളിച്ചോളാം. അല്ല, നമുക്കൊരു കാര്യം, എന്നാ പല്ല് വേണ്ട. കാരണം കല്യാണത്തിനൊക്കെ പോകണുള്ളതുകൊണ്ട്. യോ ചേട്ടാ, വേറൊരു കുഴപ്പമുണ്ട്. ഇവിടെ ഒരാൾക്ക് കഴിക്കാനുള്ള ചോറേ ഉള്ളൂ. അപ്പൊ നീ കഴിക്കണല്ലേ? ഇല്ല, ഞാനേ കഴിക്കുന്നുള്ളല്ലോ. ചേട്ടൻ പട്ടിണിയല്ലേ? അപ്പൊ അതിനെന്താ കുഴപ്പം? ഒരാൾ 1 മണിക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോ ചോറുണ്ണാ പറയണ്ടേ നമുക്ക്? ഇങ്ങനെ നീ എന്ത് മണ്ടിയാടി? നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചായ എടുക്കട്ടെ, ചോറ് എടുക്കട്ടെ നോക്കുമ്പോ നീ സ്വഭാവം എന്ത് പറയും? ഞാൻ വേണ്ട, ഞങ്ങളിപ്പോ കഴിച്ചിട്ട് വന്നാന്ന് പറയും. അല്ലെ, നിന്നെക്കാളും നമ്മളെക്കാളും ഡീസന്റ് അവൻ. അവൻ വേണ്ടാന്ന് പറയുള്ളൂ. അങ്ങനെ വേണോന്നങ്ങാണം പറഞ്ഞ അതുകൊണ്ട് എന്റെ ഊപ്പാട് വരും. അതല്ലേ അത്. പിന്നെ റിഹേഴ്സൽ വേണം. അതായത് അവനിങ്ങ് വരുന്നു, നമ്മൾ റിഹേഴ്സൽ നോക്കാൻ പോലും സമയം തരാതെ വന്നു കളഞ്ഞത്. റിഹേഴ്സലാ? അല്ല, റെസിഡൻസ് അസോസിയേഷന്റെ നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നു. അത് വരെ ഞാൻ അവരൊക്കെ പോയി, കൂട്ടുകാരൊക്കെ പോയി, നമ്മുടെ കൂട്ടുകാരൊക്കെ പോയി കല്യാണം വിളിച്ച് വർഷങ്ങൾക്ക് ശേഷം അവരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്താ സന്തോഷമാണ്. ഊണ് കഴിക്കാൻ ക്ഷണിക്കുന്നു, ചായ കുടിക്കാൻ ക്ഷണിക്കുന്നു, സ്നേഹം കൊണ്ട് അങ്ങോട്ട് വീർപ്പ് കൂട്ടിച്ച് കളയും. ചോറിണ്ടിട്ട് വന്നു അല്ലേ? സന്തോഷം. ഒന്നും പറയണ്ട. അതെ, നിൽക്കാ സമയത്ത് പെങ്ങളെ വിളിക്കും, കാരണം പോണം. ആണല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ മാറ്റി പറയരുത്. ഒരു പല്ല് പോയി. വന്നേ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ ഇതൊന്നും എന്റെ ഭാര്യ തന്നെയാണോ? 25% ബാക്കി ഗ്രാഫിക്സാ. നീ എന്നെ കല്യാണം വിളിക്കാൻ വന്നാണോ എന്റെ പെണ്ണുമ്പളെ അടിച്ചോണ്ട് പോകാൻ വന്നാണോ? അല്ല, ഞാൻ കണ്ടപ്പോ എന്താ ഒരു സന്തോഷം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ആണല്ലേ? അപ്പൊ പെങ്ങളെ സന്തോഷം, പരിചയപ്പെടാനൊക്കെ സാധിച്ചതിൽ വളരെ സന്തോഷം. ഈ വരുന്ന 28-ാം തീയതി എന്റെ മകന്റെ കല്യാണമാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി നേരത്തെ അങ്ങോട്ട് എത്തിയേക്കണം. ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പൊ നേരത്തെ എത്തിയേക്കണം, വരാതിരിക്കരുത്. 1 മണി കഴിഞ്ഞ് ഇനി ഞാൻ നിൽക്കുന്നില്ല, പോണം. ഇനിയും കല്യാണം വിളിക്കാനുണ്ട്. അപ്പൊ ശരിയാടാ, ഓക്കെ ബൈ. അതെ, ഭക്ഷണം കഴിക്കാൻ നീ പോകണം ആദ്യമായിട്ട് വന്നിട്ട്. ഭക്ഷണം കഴിക്കാൻ നീ പോകണം ആദ്യമായിട്ട് വന്നിട്ട്. എന്നാ കഴിച്ചോളാം. എന്നാ ചോറ് കൊടുത്താലോ? പിടിച്ചേ, കൈ കഴിയില്ല. നല്ലത്.
അവിടെ കൊണ്ട് വെച്ചാലേ അവിടെ ഇച്ചിരി വെള്ളം വേണോടാ. ഇച്ചിരി വെള്ളം വേണം, വെള്ളം. ഈ വെള്ളം നിന്റെ തന്ത കൊണ്ടുവരും. സുശീലൻ എന്താണത്? എന്താ സുശീലൻ? ഇത്രയും തത്വഭാവിയായ പാലിനോടൊക്കെ മാന്യമായിട്ട് ബിഹേവ് ചെയ്യടാ. ഞാൻ അതിന്റെ വിഷമം അനുഭവിച്ചറിയുന്ന ആളാണ് ഞാൻ, അറിയാമോ? എങ്ങനെയുണ്ട് ചോറങ്ങനെയുണ്ട്? സത്യം പറഞ്ഞെ ഇത്രയും കാലത്തിനടക്ക് ഇതുപോലത്തെ ചോറും കറി ഞാൻ കഴിച്ചിട്ടില്ല. എന്ത് രസം വേണം, ഇനി വേണം എനിക്ക് ചോറ് തരാൻ പറ. ചെല്ലേ, ഞാൻ കഴിക്കും, വയറ് നിറച്ച് കഴിച്ചോട്ടെ. ചില ചോറും കൂടെ വേണമെന്ന ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് വരുവോ? ഞാൻ ചെന്നിട്ട് വരാം. അതേ ഒരു കാര്യം പറയാം. ഇന്ന് വരെയായിട്ട് അവൾ എന്നെ അകത്തേക്ക് വിളിച്ചിട്ടില്ല. ഇന്ന് അവൾ എന്തിനു വിളിച്ചു എന്ന് എനിക്കറിയണം. സുശീല ആവശ്യമില്ലാത്ത പണി കേൾക്കരുത്. നീ എന്തിനാണ് നീ ഇങ്ങനെ മൃഗം ആവണത്? സുശീല വേണ്ടോ? വേനാക്കാൻ ഞാൻ വരില്ലേ വീട്ടിലേക്ക്? അവൻ എന്ത് മനുഷ്യനാണ് അവൻ. ആ പെണ്ണിനെ ഇട്ട് തല്ലിച്ച് അതൊക്കെ അയ്യോ, നീ എന്തിനാ ചിരിക്കണേ? എന്റെ ഭാര്യ എന്നെ പല പ്രാവശ്യവും മൺകലത്തിന് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വക്ക് പൊട്ടാന്നുള്ള അടിയിട്ടില്ല. അതല്ലടാ, അവള് വെറുതെ തള്ളിയതല്ലേ എന്നെ. അതെനിക്കറിയാം, അവള് ചുമ്മാ തള്ളിയതാന്ന്. പക്ഷെ നീ അവളെ കുറിച്ച് അവളെ ആനയാണ്, ചേനയാണ്, പൂനയാണെന്ന് പറഞ്ഞ് തള്ളിയാ തള്ളണ്ടല്ല. അതൊരു ഒന്നൊന്നര തള്ളായിരുന്നു തള്ളിയാ.